കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി നദി കാവേരിയുടെ പോഷക നദിയാണ്. പഠിച്ചു വയ്ക്കുക, കാവേരിയുടെ പോഷക നദിയാണ് കബനി നദി. കബനി നദി കാവേരിയുടെ പോഷക നദിയാണ്. അപ്പോൾ കേരളത്തിലെ നദികൾ എന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCയിൽ റിപ്പീറ്റഡ് ആയി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം കൂടിയാണ് നദികൾ എന്നത്. അപ്പോൾ കേരളത്തിൽ ടോട്ടൽ 44 നദികളാണുള്ളത്. കേരളത്തിൽ ടോട്ടൽ 44 നദികളാണുള്ളത്. അതിൽ 41 നദികൾ ഏത് ദിശയിൽ ഒഴുകുന്നു? പടിഞ്ഞാറ് ദിശയിൽ ഒഴുകുന്നു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദികളും കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളുമാണ് കേരളത്തിലുള്ളത്. കിഴക്കോട്ട് ഒഴുകുന്നത് 3 നദികളാണ്. അപ്പോൾ പഠിച്ചു വെക്കുക, കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നത്. കബനി നദി വയനാട് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. ഓർത്തിരിക്കുക, കബനി നദി വയനാട് ജില്ലയിലൂടെയും ഭവാനി പാലക്കാട് ജില്ലയിലൂടെയും പാമ്പാർ ഇടുക്കി ജില്ലയിലൂടെയും ഒഴുകുന്നു. ഇടുക്കി ജില്ലയിലൂടെയാണ് പാമ്പാർ ഒഴുകുന്നത്. അപ്പോൾ PSCയിൽ മുൻപ് ചോദിച്ചിട്ടുണ്ട്, കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ വലുത് ഏതാണ്? കബനിയാണ്. 2ാം സ്ഥാനം ചോദിച്ചാൽ ഭവാനിയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് ചോദിച്ചാൽ അത് പാമ്പാറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കബനി നദി വയനാട് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് എന്ന് ചോദിച്ചാൽ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ചോദിച്ചിട്ടുണ്ട് ബാണാസുര സാഗർ ഡാം. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. കബനി നദിയിലാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. മുൻപ് ചോദിച്ചിട്ടുണ്ട് അമരാവതി ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? അമരാവതി ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരിയുടെ തീരത്താണ്. ഇത്രയും കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ.